ഹലോ സ്റ്റുഡൻസ്, എന്റെ പേര് ചിത്ര. അപ്പോ നമുക്ക് ഒരു പുതിയ പാഠഭാഗത്തിലേക്ക് പോവാം. കാന്തികത. എന്താ കാന്തികത? കാന്തം എന്ന് പറഞ്ഞ എന്താ ഒക്കെ അറിയണ്ടേ? നമുക്ക് നോക്കാം. ആദ്യം ഒരു കഥയും കൂടെ നമുക്ക് നോക്കാം. അതായത് ഒരു ആട്ടിടയനുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ ആടുകളെ കൊണ്ട് ആട് മേയ്ക്കാൻ പോയ സമയത്ത് ഒരു വടിയുണ്ട് കയ്യില്. വടിയുടെ അറ്റത്തൊരു ഇരുമ്പ് ദണ്ടുണ്ട്. ആ ഇരുമ്പ് ദണ്ട് വെച്ച് കല്ലിലൂടെ ഇങ്ങനെ തട്ടിപ്പോകുന്ന സമയത്ത് എന്തോ ഒന്ന് ആ കല്ലിൽ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങി. കൈപ്പിടുത്തം. അദ്ദേഹം നോക്കി, എന്താണത് നോക്കി. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ആ ഒരു കല്ല് അല്ലെങ്കിൽ ആ ഒരു വസ്തു ഈ ഇരുമ്പ് ഭാഗത്തിനെ പിടിച്ചു നിർത്തുന്നുണ്ട്, ആകർഷിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ആ ഒരു കല്ലിന് ഈ ഇരുമ്പിനെ ആകർഷിക്കാനുള്ള കഴിവുണ്ടല്ലോ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെയാണ് ആദ്യമായിട്ട് കാന്തം എന്ന് പറയുന്ന ഒരു സാധനം കണ്ടുപിടിച്ചത്. മാഗ്നീഷ്യ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഉണ്ടായത്. അങ്ങനെ കാന്തം കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് കാന്തം നമ്മളിപ്പോ എവിടെയൊക്കെ കാണാമെന്ന് നമുക്ക് നമ്മൾ ഈ ടോയ് കാറൊക്കെ ഇല്ലേ, ടോയ് കാറൊക്കെ അതിന്റെ ഉള്ളിലൊക്കെ എന്തുണ്ട്, കാന്തം ഉണ്ട് അല്ലേ? അങ്ങനെ നമ്മൾ കാന്തം നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു ഉദാഹരണമാണ് ഈ മണൽത്തരികളും അതുപോലെ തന്നെ ഇരുമ്പ് പൊടികളും മിക്സ് ആയിട്ടുണ്ടെങ്കിൽ അത് വേർതിരിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? കാന്തം ഉപയോഗിക്കും. കാന്തം ഉപയോഗിച്ച് എന്ത് സംഭവിക്കും? കാന്തം ഉപയോഗിക്കുമ്പോൾ ആ ഇരുമ്പ് പൊടിയെല്ലാം എന്തിലേക്ക്, കാന്തത്തിലേക്ക് പറ്റിപ്പിടിക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? മണലിനെയും കാന്തത്തിന്റെ പൊടി, ഇരുമ്പിന്റെ പൊടിയെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. അത് കാന്തത്തിന്റെ സവിശേഷതയാണ്. എന്ത്? ഇരുമ്പിനെ ആകർഷിക്കാൻ പറ്റും എന്നുള്ളത്. കാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് സ്വാഭാവിക കാന്തങ്ങളും ഒന്ന് കൃത്രിമ കാന്തങ്ങളും. എന്തൊക്കെയാണ്? എന്താ സ്വാഭാവിക കാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സ്വാഭാവിക കാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് നമുക്ക് ലഭിക്കുന്ന കാന്താണ് സ്വാഭാവിക കാന്തം. ഇന്ന് മാഗ്നീഷ്യ പറഞ്ഞ സ്ഥലത്ത് കണ്ടുപിടിച്ച് പറയുക, അതൊരു സ്വാഭാവിക കാന്തം, പ്രകൃതിദത്ത കാന്തമാണ്. ബാക്കി നമ്മൾ പറയുന്ന കാന്തങ്ങളെല്ലാം നമ്മൾ കൃത്രിമമായിട്ട് നിർമ്മിച്ചെടുക്കുന്ന കാന്തങ്ങളാണ്. സ്വാഭാവിക കാന്തത്തിന് ഉദാഹരണമാണ് ലോഡ് സ്റ്റോൺ അല്ലെങ്കിൽ ലീഡിംഗ് സ്റ്റോൺ. ലോഡ് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്വാഭാവിക കാന്തമാണ്. കൃത്രിമ കാന്തങ്ങൾക്ക് ഉദാഹരണമാണ് ഒന്ന് ബാർ കാന്തം. അത് ഇങ്ങനെ നമുക്കറിയാം, ഒരു കാന്തത്തിന് രണ്ട് ധ്രുവങ്ങൾ ഉണ്ടാവും, നോർത്ത് സൗത്ത്. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ? ഈ ബാർ കാന്തം എന്ന് പറയുന്നത് ഒരു കൃത്രിമ കാന്തത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ വേറൊന്നാണ് കാന്തസൂചി. കാന്തസൂചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോമ്പസ് ഒക്കെ ഇല്ലേ, വടക്ക് നോക്കി യന്ത്രം, കോമ്പസ്, അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കാന്താണ് കാന്തസൂചി. പിന്നെ പറയുന്നതാണ് റിംഗ് കാന്തം. ഇങ്ങനെയുള്ളതാണ് റിംഗ് കാന്തം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഡിസ്ക് കാന്തം. അതായത് റിംഗ് കാന്തത്തിന്റെ ഉള്ളില് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവും, ഡിസ്ക് കാന്തത്തിന്റെ ഉള്ളില് അങ്ങനെ സ്പേസ് ഉണ്ടാവും. അപ്പൊ അതാണ് ഡിസ്ക് കാന്തം. അപ്പൊ നമ്മൾ സ്വാഭാവിക കാന്തങ്ങൾ എന്താന്ന് പഠിച്ചു, കൃത്രിമ കാന്തങ്ങൾ എന്താന്ന് പഠിച്ചു. അപ്പൊ പിന്നെ ഒരു കാന്തം കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ട്രെയിൻ, തീവണ്ടി. കാന്തം ഉപയോഗിച്ചുള്ള തീവണ്ടി. നമ്മൾ ചക്രമുള്ള തീവണ്ടി ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ചക്രമുള്ള തീവണ്ടി നമ്മൾക്ക് എന്താണ്, നമുക്ക് അറിയാം, റെയിൽവേയുടെ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല സൗണ്ട് ആയിരിക്കും അല്ലെ? ശബ്ദ മലിനീകരണം നന്നായിട്ട് ഉണ്ടാകുന്നതാണ് ഈ ചക്രം കൊണ്ടുള്ള തീവണ്ടി. പക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാന്തം കൊണ്ടുള്ള തീവണ്ടി ഉപയോഗിക്കുന്നത്. അതിനൊരു പേര് പറയും, അതാണ് മാഗ്ലെവ് ട്രെയിനുകൾ. എന്താ പറയാ? മാഗ്ലെവ് ട്രെയിനുകൾ. ആ ട്രെയിനുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവ പാളത്തിന്റെ മുകളിൽ തട്ടുന്നില്ല, അവയ്ക്ക് ചക്രങ്ങളുമില്ല. പിന്നെ എങ്ങനെയാ അത് ഓടാം? നമുക്ക് നോക്കാം എങ്ങനെയാ ഓടാൻ നോക്കാം. അതായത് ഈ ട്രെയിനിന്റെ താഴ്ഭാഗത്ത് വൈദ്യുത കാന്തങ്ങൾ ഉണ്ടായിരിക്കും. ആ വൈദ്യുത കാന്തങ്ങളുടെ കാന്തിക പ്രഭാവവും ഈ പാളത്തിന്റെ ക്രമീകരണം കൊണ്ടുണ്ടാവുന്ന കാന്തിക പ്രഭാവവും തമ്മിൽ പ്രതിപ്രവർത്തനത്തിന്റെ ഫലമാണിത്. ഈ ട്രെയിന് പാളത്തിൽ തട്ടാതെ തന്നെ വളരെ സ്പീഡിൽ മുന്നോട്ട് പോകും. അങ്ങനെയാണ് മാഗ്ലെവ് ട്രെയിനുകൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് അറിയോ? ഒന്ന്, ശബ്ദ മലിനീകരണം ഉണ്ടാവില്ല, ചക്രം തട്ടുന്നില്ലല്ലോ, അപ്പൊ ശബ്ദ മലിനീകരണം ഉണ്ടാവുന്നില്ല. പിന്നെ ഒന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഈ ചക്രം തട്ടാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ടുണ്ടാവുന്ന ദർശനം കൊണ്ടുണ്ടാവുന്ന ഊർജ്ജ നഷ്ടം നമുക്ക് വളരെ കുറയ്ക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കാന്തം എന്താണെന്ന് പഠിച്ചു, വിവിധ തരം കാന്തങ്ങൾ എന്താണെന്ന് പഠിച്ചു, കാന്തത്തിന്റെ സവിശേഷത എന്താണെന്ന് പഠിച്ചു, മാഗ്നെറ്റ് ട്രെയിനുകൾ എന്താണെന്ന് പഠിച്ചു.
മനസ്സിലായോ? താങ്ക് യു.